വെൽക്കം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മകളെ കുറെ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പഠിച്ചാൽ 100% അല്ലെ 100% നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ എന്തായാലും എക്സാമിന് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം നിങ്ങൾ മിസ്സാക്കി കളയരുത്. ഉത്തരം നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത. അപ്പൊ ഇതിൽ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫുകളെ കുറിച്ചാണ്. അതായത് ബാർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി, പോളിഗൺ, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയ നോളേജ് നമുക്ക് വേണം അല്ലെ. ഈ ബേസിക് ആയ നോളേജിലാണ് ഈ ഡാറ്റ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് ഫ്രീക്വൻസി, എങ്ങനെയാണ് ഈ ബാർ ഗ്രാഫ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റർ ബേസിക് മുതൽ പഠിച്ചു തുടങ്ങാൻ പോവാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാർ ഗ്രാഫിനെ പറ്റിയും ഹിസ്റ്റോഗ്രാമിനെ പറ്റിയുമാണ്. അപ്പൊ അതിനു മുന്നേ മകളെ നിങ്ങൾക്കറിയാം എന്താണ് ഡാറ്റ. ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. വേർഡ് മീൻസ് ഇൻഫർമേഷൻ. അതായത് സപ്പോസ് നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഏജ് കളക്ട് ചെയ്യാണ്, അതൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റയാണ്. നിങ്ങളോട് എല്ലാവരോടും വന്നിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ചോദിക്കുവാണ്, അതൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ, എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുടെ എണ്ണം, ഗേൾസിന്റെ എണ്ണം, ബോയ്സിന്റെ എണ്ണം, വാച്ച് ചെയ്യുന്ന TV പ്രോഗ്രാം ഏതാണ്, എന്ത് തന്നെ ആയാലും അതൊരു ഡാറ്റയാണ്. അപ്പൊ ഞാനൊരു പ്രദേശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ഈ ഡാറ്റ മൊത്തമായിട്ട് കളക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. എല്ലാവരോടും ചോദിച്ച് ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ഹൈറ്റ്, അങ്ങനെ എല്ലാം കളക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോ ഡാറ്റ. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന സാധനത്തിനെയാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ പോയി ഇരുന്ന് അതിനെങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാണ്. ഏജ് എന്താ പറയാ 13 വയസ്സുള്ള ആൾക്കാരെ ഒരു കാറ്റഗറി ആക്കി, 10 വയസ്സുള്ള ആൾക്കാരെ ഒരു കാറ്റഗറി ആക്കി, അല്ലെങ്കിൽ ഹൈറ്റ് 150-നും 155-നും ഇടയ്ക്ക് ഹൈറ്റ് ഉള്ള ആൾക്കാരെ ഒരു കാറ്റഗറി ആക്കി, അല്ലെങ്കിൽ 130-നും 135-നും ഇടയ്ക്ക് ഹൈറ്റ് ഉള്ള ആൾക്കാരെ ഒരു കാറ്റഗറി ആക്കി. അങ്ങനെ ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെയാണ് നമ്മൾ ഓർഗനൈസ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റയെ നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഈ ഡാറ്റകളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കളക്ഷൻ ആയിക്കോട്ടെ, പിന്നെന്താ പ്രസന്റേഷൻ ആയിക്കോട്ടെ, അനാലിസിസ് ആയിക്കോട്ടെ, ഇന്റർപ്രിട്ടേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ ചെയ്യുന്ന ഈ ഒരു ബ്രാഞ്ച് ഓഫ് മാത്സിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ എന്ത് പറഞ്ഞു, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഡാറ്റ, ഫോർ എക്സാമ്പിൾ നിങ്ങളെ ക്ലാസ്സിൽ 13 വയസ്സുള്ള, അതായത് 13 ഇയേഴ്സ് ഓൾഡ് ഉള്ള ഒരു 10 കുട്ടികൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ആ 10, അതായത് 10 എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസിയാണ്. ആ ഒബ്സർവേഷന്റെ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ആ 10 എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങളുടെ ക്ലാസ്സിൽ 130-ക്കും 140-ക്കും ഇടയിൽ ഹൈറ്റ് ഉള്ള ഒരു 20 കുട്ടികൾ ഉണ്ട് എന്ന് വിചാരിക്കാം. സോ 130-ക്കും 140-ക്കും ഇടയിലുള്ള ആ 20 കുട്ടികളില്ലേ, ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫ്രീക്വൻസി എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇവിടെയാണ് ഫ്രീക്വൻസി. ദ നമ്പർ ഓഫ് ടൈംസ് ആൻ ഒബ്സർവേഷൻ ഒക്കേഴ്സ് ഇസ് കോൾഡ് ഫ്രീക്വൻസി. ഒരു ഒബ്സർവേഷൻ എത്ര ടൈംസ് ഉണ്ടാകുന്നു എന്നുള്ളതിനെ നമ്മൾ എന്ത് എന്ന് പറയും, ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയും. റെഡി അല്ലേ? റെഡി. അപ്പൊ ഇവിടെ നോക്കി 13 വയസ്സുള്ള എത്ര പേരുണ്ട്, 1 2 3 4 5. 13 വയസ്സുള്ള 5 പേരുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം, 13ന്റെ ഫ്രീക്വൻസി 5 ആണ്. 13 എന്ന് പറയുന്ന ഒബ്സർവേഷന്റെ ഫ്രീക്വൻസി 5 ആണ്. അപ്പൊ നമ്മൾ ഈ ഫ്രീക്വൻസി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആക്കിയിട്ടൊക്കെ എഴുതും. പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ടേബിൾ വരയ്ക്കുകയാണ്. ഈ ടേബിളിൽ ഓരോ ഒബ്സർവേഷനും അതിന്റെ ഫ്രീക്വൻസി എഴുതും. അതിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, റെഡി. ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ കളക്ട് ചെയ്തു, ഡാറ്റ ഓർഗനൈസ് ചെയ്തു, പ്രസന്റ് ചെയ്തു. നമ്മള് കാർട്ടൂൺ ഒക്കെ കാണാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഇപ്പൊ ഈ പ്രായത്തിൽ കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ ഈ പ്രായത്തിൽ കാണുന്നുണ്ട്. ഓക്കെ, ചോട്ടാ ഭീമും മൈറ്റി ഭീമും, അതേപോലെ തന്നെ വേറെ ഉണ്ടോ ട്രാഷ് ട്രക്ക്, പിന്നെന്താ ഡോറ ബുജി, അല്ലെ മാഷ ആൻഡ് ദ ബെയർ, പോ പെട്രോൾ,
പെപ്പ പിഗ്, അങ്ങനെ പറയുന്ന എല്ലാവിധ കാർട്ടൂൺസും ഞാൻ കാണാറുണ്ട്. ഈ കാർട്ടൂൺസിന്റെ ഒക്കെ പ്രത്യേകത എന്താ? നല്ല വിഷ്വൽ എഫക്റ്റ് ആലേ കാണുന്നത്, ഭയങ്കര കളർഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് സാധനം കാണിച്ചു തന്നാലും പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറും അല്ലെ, പെട്ടെന്ന് നമുക്ക് അതിലുള്ള സാധനങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഡാറ്റ ഈ ടേബിളിൽ കൊടുക്കുന്നതിലും കാട്ടും ഭംഗി എങ്ങനെ കൊടുക്കുമ്പോഴാ? അതിനെ ഒരു ഗ്രാഫ് രൂപത്തിൽ കൊടുക്കുമ്പോഴാണ് അല്ലെ. ഇവിടെ നോക്കി മിസ് ഒരു ഗ്രാഫ്, അതാ ഈ ഒരു ഗ്രാഫ് രൂപത്തിൽ, കേട്ടോ, കളർഫുൾ ആയ ഗ്രാഫ് രൂപത്തിൽ ഞാൻ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനും നല്ല അടിപൊളിയായിരിക്കും. ഇതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഇൻഫോർമേഷൻ എടുക്കാൻ സുഖമായിരിക്കും. ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കുവാണ്, ഇതില് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പൊളിറ്റിക്കൽ പാർട്ടി ഏതാ എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഈസി ആയിട്ട് പറയും മിസ്സേ എ ആണ്, കാരണം എക്ക് നീളം കൂടുതലാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഡാറ്റ ഇനി ഒരു ചിത്ര രൂപത്തിൽ കാണിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഡാറ്റ സമ്മറൈസ് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും, അനലൈസ് ചെയ്യാനൊക്കെ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ 3 ടൈപ്സിലുള്ളതാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്: ബാർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ. ഇതിൽ മിസ് ആദ്യം പറയുന്നത് എന്താണ് ബാർ ഗ്രാഫ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയെ ബാർസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റയെ ഗ്രാഫ് യൂസ് ചെയ്ത്, ഒരു ബാർസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. അതിന് ഈക്വൽ വിഡ്ത്തുകളുള്ള സെപ്പറേറ്റ് ബാറുകളായിരിക്കും അതിൽ യൂസ് ചെയ്യാം. ആ ബാറുകളുടെ വിഡ്ത്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഹൈറ്റ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇങ്ങനെ മാറി വരും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. കാണാൻ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. രണ്ടാമത്തതാണ് ഹിസ്റ്റോഗ്രാംസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോഗ്രാംസ് എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം പറയുന്നത് എന്താണെന്നറിയോ? സപ്പോസ് നമ്മുടെ ക്ലാസ്സിൽ എക്സാം നടത്തിയെന്ന് വിചാരിക്കാം. ഇപ്പൊ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് എന്താ ചെയ്യുക? എക്സാം ഒക്കെ കഴിഞ്ഞ ചില സ്കൂളിൽ ഞാനൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്നു, ടീച്ചർ വന്നിട്ട് പറയും 50ലാണ് മാർക്ക് എന്ന് വെച്ചോ, 40 to 50 മാർക്ക് കിട്ടിയ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കാൻ പറയും. 40 to 50 മാർക്ക് കിട്ടിയ ആൾക്കാരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും. എഴുന്നേറ്റ് നിൽക്കും. ടീച്ചർ ആ എണ്ണം എഴുതും. അപ്പൊ ഒരു 8 പേരുണ്ടെന്ന് വിചാരിക്കാം. അടുത്തത് എന്ത് പറയും? അടുത്തത് പറയും 30 to 40 കിട്ടിയ കുട്ടികളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അപ്പൊ അവരൊരു 12 പേരുണ്ടെന്ന് വിചാരിക്കും. അടുത്തത് എന്ത് ചെയ്യും? 20 to 30 കിട്ടിയ കുട്ടികളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും അല്ലേ. അങ്ങനെ നമ്മൾ ഈ ഒരു ഡാറ്റ ഇത് വേറെ രീതിയിൽ എഴുതരുതാ. 50, 40 ഇൻ ബിറ്റ്വീൻ ഉള്ള 8 പേര്, 40ക്കും 30ക്കും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു 12 പേര്, 30ക്കും 20ക്കും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു 6 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഡാറ്റ. അപ്പൊ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് ഇതേപോലെ ഒരു ക്ലാസ് ഇന്റർവെല്ലിൽ വരുന്ന ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസിലുള്ള, നേരത്തേക്ക് എന്ത് പറഞ്ഞാൽ 13ന് 5 കുട്ടികൾ, 13 വയസ്സുള്ള 5 കുട്ടികൾ, പെർട്ടിക്കുലർ വാല്യൂ ആണ് ബാർ ഗ്രാഫിന്. പക്ഷെ ഹിസ്റ്റോഗ്രാമിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ക്ലാസ് റേഞ്ച് ഉണ്ടാവും, അവിടെ ഒരു ഇന്റർവെൽ, അതിനിടയ്ക്കുള്ളത് എന്നിട്ടാണ് വരിക. അപ്പൊ ഇതേപോലെ ആയിരിക്കും അതിന്റെ ക്ലാസ് ഇന്റർവെൽസ് വരിക. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹിസ്റ്റോഗ്രാംസ് വരയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. ഇനി ഗ്രാഫ് വരച്ചാൽ തന്നെ ബാറുകൾ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് എങ്കിൽ കൂടി ഈ ബാറുകളൊക്കെ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. കണ്ടോ? ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും ബാറുകൾ. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ബാർ ഗ്രാഫ് എന്താണെന്നും ഹിസ്റ്റോഗ്രാം എന്താണെന്നും അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവർ ഓരോരുത്തരെയും വരയ്ക്കുന്ന രീതി കൂടി നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, so thank you dears, thank you so much for your valuable time. Have a great day. അപ്പോൾ എന്ത് ചെയ്യാം? ക്ലാസ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കമന്റ് ആയിട്ട് താഴെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്ററിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കാവുന്നതാണ്. ഓക്കെ, so thank you dears, thank you so much. Bye bye.